നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എന്താണ് ഒരു വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു. വേവ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. രണ്ട് ടൈപ്പ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉണ്ട്. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനുണ്ട്, ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ്. ഞാനിവിടെ ഹെഡിങ് എഴുതിയിട്ടില്ല. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് ആദ്യം ഡിറൈവ് ചെയ്യുന്നത് കേട്ടോ. ടൈം ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, അതിൽ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡെറിവേഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൻലി ഫസ്റ്റ് 3 ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഡെറിവേഷനിലേക്ക് വരുന്നത്. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇസ് എ ഫണ്ടമെൻ്റൽ എക്സ്പ്രഷൻ ഓഫ് ക്വാണ്ടം മെക്കാനിക്സ്. അത് നമുക്ക് കിട്ടുന്നത് 3 മെയിൻ ഇക്വേഷൻസ് കമ്പൈൻ ചെയ്തിട്ടാണ്. പ്ലെയിൻ വേവ് ഇക്വേഷൻ, ഐൻസ്റ്റീൻസ് എക്സ്പ്രഷൻ ഫോർ ക്വാണ്ടം എനർജി ആൻഡ് ഡി ബ്രോഗ്ലി ഫോർമുല ഫോർ വേവ് ലെങ്ത്. ഇത് 3 വെച്ചിട്ടാണ് നമ്മൾ എന്തിലേക്ക് എത്തുന്നത്? ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് എത്തുന്നത്. ഫസ്റ്റ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? എ പ്ലെയിൻ വേവ് പ്രോഗ്രസീവ് വേവ് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ്, വിച്ച് ഈസ് പ്രൊപ്പഗേറ്റിംഗ് അലോങ് ദി എക്സ് ഡയറക്ഷനിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവ് ആണ് ആദ്യമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ എന്താ? സൈ ഈക്വൽ ടു എ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി ആണ് എന്തിൻ്റെ എക്സ്പ്രഷൻ? ഒരു പ്ലെയിൻ പ്രോഗ്രസീവ് വേവിൻ്റെ എക്സ്പ്രഷൻ. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സെക്കൻഡ് വൺ ഏതാ? ഐൻസ്റ്റീൻസ് എക്സ്പ്രഷൻ ഫോർ ക്വാണ്ടം എനർജി ഇ ഈസ് ഈക്വൽ ടു എച്ച് ന്യൂ. നമുക്കറിയാലോ. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു ഒമേഗ ബൈ 2π. അപ്പം h/2π എന്ത് എഴുതാം? എച്ച് ക്രോസ് എന്ന് എഴുതാം. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ. അതിന് ഇക്വേഷൻ നമ്പർ എ എന്ന് കൊടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഡി ബ്രോഗ്ലി ഫോർമുല ഫോർ വേവ് ലെങ്ത്. പി ഈസ് ഈക്വൽ ടു എച്ച് ക്രോസ് കെ. ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത് കൊണ്ടുവന്നതാണ്. ഇത് മനസ്സിലാകാത്ത ആൾക്കാർ ഇതിൻ്റെ മുന്നത്തെ സെക്ഷനിൽ പോയിട്ട് ഇതെങ്ങനെയാണ് വന്നതെന്ന് നോക്കുക. ഓക്കെ, ഇത്രയും മനസ്സിലായാലോ? ഈ 3 എക്സ്പ്രഷനാണ് നമ്മൾ എന്തിലേക്ക് വരുന്നത്? ഷ്രോഡിഞ്ചർ ഇക്വേഷനിലേക്ക് വരുന്നത്. ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എ ആൻഡ് ബി ഇൻ ഇക്വേഷൻ നമ്പർ 1. എയും ബിയും ഇതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സൈ ഈക്വൽ ടു എ ഇൻറ്റു ഐ ഇ റേസ് ടു ഐ ഇൻറ്റു കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് കണ്ടില്ലേ? അതിൽ എന്തിനൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അതുപോലെ തന്നെ കേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ എന്ത് വരും? സൈ ഈക്വൽ ടു എ ഇൻറ്റു ഇ റേസ് ടു ഐ ഇൻറ്റു കേക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? പി ബൈ എച്ച് ക്രോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതാ പി ബൈ എച്ച് ക്രോസ് ഇതാ പുറത്ത് കോമൺ ആയിട്ട് പുറത്തെടുത്തതാണ് പി ബൈ എച്ച് ക്രോസ്. അതേപോലെ ഒമേഗക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? ഇ ബൈ എച്ച് ക്രോസ്. അതാ എച്ച് ക്രോസ് ഇവിടെ കോമൺ ആയിട്ട് പുറത്തുണ്ട് ഇ. അപ്പം 1/h ക്രോസ് ഇൻറ്റു പി എക്സ് മൈനസ് ഇ ടി എന്ന് കിട്ടും. മനസ്സിലായോ? ഇത് നിങ്ങൾ സ്വന്തം എഴുതി വെക്കുക. അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. നെക്സ്റ്റ് ഈസ് അതിന് നമുക്ക് ഡോ സൈ ബൈ ഡോ എക്സ് കാണാം. ഇത് നിങ്ങൾ സ്വന്തം ചെയ്യുക ഈ സ്റ്റെപ്പ്, എന്നിട്ട് മാത്രം ഇതിലേക്ക് നോക്കുക ആൻസർ കറക്റ്റ് ആണോ എന്ന്. ഡോ സൈ ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡെറിവേറ്റ് ചെയ്യുന്നത്. എ ഇ റേസ് ടു ഐ ബൈ എച്ച് ക്രോസ് പി എക്സ് മൈനസ് ഇ ടി ഇൻറ്റു ഈ എക്സിലെ ടേം ഐ പി ബൈ എച്ച് ക്രോസ്. അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് മൊത്തം എന്താണ്? സൈ ആണ്. അപ്പോൾ സൈ ഇൻറ്റു ഐ പി ബൈ എച്ച് ക്രോസ് എന്ന് എഴുതാം ഡോ സൈ ബൈ ഡോ എക്സിനെ. ഇനി നമ്മൾ കണ്ടുപിടിക്കുന്നത് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ആണ്. നമ്മൾ ഡോ സൈ ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു. ഇനി ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്താ വരിക? നിങ്ങൾ ഡെറൈവ് ചെയ്ത് അത് തന്നെ ഒന്നും കൂടി വരും. പി നമുക്ക് മൈനസ് ഐ പി ബൈ എച്ച് ക്രോസ് ആണ് കിട്ടിയത് നേരത്തെ ഡോ സൈ ബൈ ഡോ എക്സിന്. ഇവിടെ ഐ സ്ക്വയർ വരും. ഐ സ്ക്വയർ എന്താണ്? ദാറ്റ് ഈസ് -1 ആണ്. ഐ സ്ക്വയർ എന്താണ്? -1. ഐ √1ഉം ഐ സ്ക്വയർ -1ഉം ആണ്. ഐ സ്ക്വയർ ആണ് -1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് സൈ പി സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ എന്ന് കിട്ടും. നിങ്ങൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. സോ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. പി സ്ക്വയർ സൈ ഈക്വൽ ടു ഈ എച്ച് ക്രോസിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. പി സ്ക്വയർ സൈ നമുക്ക് ഈ ചാപ്റ്റർ ത്രൂ ഔട്ട് വേണം പി സ്ക്വയർ സൈ എന്താണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിനി എന്ത് ചെയ്യാം? ഇപ്പോൾ നമ്മൾ ചെയ്ത അതേ മെത്തേഡിൽ ഡോ സൈ ബൈ ഡോ ടി കാണാം. ഡോ സൈ ബൈ ഡോ ടി എന്താ? ഡോ സൈ ബൈ ഡോ ടി കാണുമ്പോൾ എ ഇ റേസ് ടു ഐ ബൈ എച്ച് ക്രോസ് പി എക്സ് മൈനസ് ഇ ടി ഇൻറ്റു മൈനസ് ഐ ഇ ബൈ എച്ച് ക്രോസ് അല്ലേ? അപ്പം എന്താ? ഈ ടീൻ്റെ ടേംസ് -ഐ ഇ ബൈ എച്ച് ക്രോസ്
ഓക്കെ, ഡോസ് ഇത് ഡിഫറൻഷ്യലൊക്കെ നിങ്ങൾ ഓൾറെഡി പഠിച്ചതിന് അതിൽ എക്സ്പ്ലെയിൻ ടൈം കളയാത്ത, അതുകൊണ്ടാണ് എന്തെങ്കിലും ഡൗട്ടുള്ള ആൾക്കാർക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, ഡോസ് ഐ ബൈ ഡോട്ട് ടി അപ്പോൾ എങ്ങനെ എഴുതാം? ഇത് മൊത്തം സൈ ആണ്, പിന്നെ മൈനസ് ഐ ഇ ബൈ എച്ച് ക്രോസും. ഓക്കെ, ഇത് നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്താം. ഇ സൈ ഈസ് ഈക്വൽ ടു, ഈ സൈ എന്താ കിട്ടുക? മൈനസ് ഐ ബൈ എച്ച് ക്രോസ് ഉണ്ട്, അത് അപ്പർ സൈഡിലേക്ക് പോകുമ്പോൾ മൈനസ് എച്ച് ക്രോസ് ബൈ ഐ ആവും ഇൻറ്റു ഡോസ് ഐ ബൈ ഡോട്ട് ടി. ഓക്കെ, ഈ മൈനസ് വൺ ബൈ ഐനെ ഈ ഐ മൈനസ് മേലോട്ട് പോകുന്ന സമയത്ത് എങ്ങനെ എഴുതാം? ഐ എന്ന് എഴുതാം. മൈനസ് വൺ ബൈ ഐനെ ഐ എന്ന് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ സൈ ഈസ് ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോസ് ഐ ബൈ ഡോട്ട് ടി. അതിനെന്ത് കൊടുക്കുക? ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഓക്കെ, ഈ സൈ ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോസ് ഐ ബൈ ഡോട്ട് ടി. ഓക്കെ, see this E psi equal to I H cross dot psi by dot T. എന്താ കൊടുത്ത? ഇക്വേഷൻ നമ്പർ 3 എന്ന്. അപ്പോൾ ഇവിടെ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിനെ പാർഷ്യൽ ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു എക്സും വിത്ത് റെസ്പെക്ട് ടു ടിയും ആണ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റെപ്പുകൾ നിങ്ങൾ നന്നായിട്ട് ചെയ്ത് നോക്കിയിട്ട് പഠിക്കുക. ഓക്കെ, ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ്. ഇനി അടുത്ത ചെയ്യുന്നത് എന്താണ്? നമുക്ക് പി സ്ക്വയർ സൈ വരെ ഇ സൈ വരെ. ഇനി നമ്മൾ ചെയ്യുന്നത് ടോട്ടൽ എനർജി കണ്ടുപിടിക്കണം. ടോട്ടൽ എനർജി ഇവിടെ നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ബോത്ത് പൊസിഷൻ ആൻഡ് ടൈം വി ഓഫ് എക്സ് ടി ആണ് ടോട്ടൽ എനർജിയിൽ. എനർജി വിനെ നമ്മൾ എന്താക്കിയിട്ട് എടുക്കുന്നത്? ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ബോത്ത് എക്സ് ആൻഡ് ടൈം. ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആയതുകൊണ്ട് ടൈം ഡിപ്പെൻഡൻറ്റും ടൈം ഇൻഡിപെൻഡൻറ്റും ഈ സ്റ്റെപ്പ് വരെ സെയിം ആണ്. അപ്പോൾ രണ്ട് ചോദിച്ചാലും എന്താക്കണം? ഇവിടെ വരെ സെയിം ആയിട്ടാണ് എഴുതുക. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ടൈം ഡിപ്പെൻഡൻറ്റിൻ്റെ കേസാണ്. ടൈം ഇൻഡിപെൻഡൻറ്റിൻ്റെ കേസ് ഒക്കെ അടുത്തത് എഴുതാം. ടോട്ടൽ എനർജി ഇസ് എ ഫംഗ്ഷൻ ബോത്ത് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. വി ഓഫ് എക്സ് ടി പൊട്ടൻഷ്യൽ എനർജി ആയിട്ടും കൈനറ്റിക് എനർജി എന്താ? പി സ്ക്വയർ ബൈ 2m ആയിട്ടും എടുക്കുക. ഓക്കെ, പി സ്ക്വയർ ബൈ 2m ആണ് കൈനറ്റിക് എനർജി. സോ ടോട്ടൽ എനർജി ഈസ് പി സ്ക്വയർ ബൈ 2m പ്ലസ് വി ഓഫ് എക്സ് ടി. ഇനി പി സ്ക്വയറിന് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് മൾട്ടിപ്ലൈ ത്രൂ ഔട്ട് ബൈ സൈനെ വെച്ച് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇ സൈ ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ഇൻറ്റു സൈ പ്ലസ് വി ഓഫ് എക്സ് ടി ഇൻറ്റു സൈ എന്ന് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഇ സൈക്ക് നമ്മളെ കയ്യിൽ എക്സ്പ്രഷൻ ഉണ്ട്, പി സ്ക്വയർ സൈക്കും നമ്മളെ കയ്യിൽ എക്സ്പ്രഷൻ ഉണ്ട്. അത് രണ്ടും ഇവിടെ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? ഐ എച്ച് ക്രോസ് ഡോസ് ഐ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് ടി ഇൻറ്റു സൈ. ദിസ് ഈസ് ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ 1 ഡയമെൻഷൻ. നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കാം. ഓക്കെ, ഐ എച്ച് ക്രോസ് ഡോസ് ഐ ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് വി ഓഫ് എക്സ് ടി ഇൻറ്റു സൈ. ദിസ് ഈസ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ 1 ഡയമെൻഷൻ. ഇത് 3 ഡയമെൻഷൻ ആകുമ്പോൾ എന്താവും? ഈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ എന്താവും? ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ ആവും. ഓക്കെ, അപ്പോൾ അതിനെങ്ങനെ എഴുതാം? ഡെൽ സ്ക്വയർ സൈ എന്ന് എഴുതാം. മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ സൈ പ്ലസ് വി ഓഫ് ആർ ടി ഇൻറ്റു സൈ ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി. ഇതാണ് എന്ത്? നമ്മുടെ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻ. ഓക്കെ, ഇനി ഇത് നമുക്ക് ഈ സൈനെ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡെൽ സ്ക്വയർ പ്ലസ് വി ഓഫ് ആർ ടി ഇൻറ്റു സൈ ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി. ദിസ് ഈസ് ഷ്രോഡിഞ്ചർ ടൈം ഡിപ്പെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. അപ്പോൾ ഈ ബ്രാക്കറ്റിലുള്ള ടേം സൈനെ പുറത്തെടുക്കാൻ പറഞ്ഞു. സൈനെ പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റിലുള്ള ടേമിനെ നമുക്ക് എച്ച് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ എങ്ങനെയാവും? എച്ച് സൈ ഈക്വൽ ടു ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി വേർ എച്ച് ഈസ് കോൾഡ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. എച്ച് എന്താണ്? ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഈസ് എ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ എക്സ് വൈ സെഡ് ആൻഡ് ടി. R T L. It is a function of R and T, X, Y, Z and T. Hence the name time dependent Schrodinger equation. ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇനി അതിൻ്റെ പേര് വന്നത് എങ്ങനെ? ടൈം ഡിപ്പെൻഡൻറ്റ് Schrodinger equation. നെക്സ്റ്റ് we are going to discuss about time independent Schrodinger equation.
അപ്പം ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ആവുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഇയും പിയും കാണുന്നത് വരെ എക്സ്പ്രഷനിൽ ഒന്നും ഒരു ചേഞ്ചും ഇല്ല. ഇനി നമ്മൾ ഇവിടെ ടോട്ടൽ എനർജീൻ്റെ കേസിൽ വി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ഫങ്ഷൻ ഓഫ് ടൈം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇ സൈയും ഉണ്ട് പി സൈയും ഉണ്ട്. അപ്പോൾ ഇവിടെ വേറൊരു ചേഞ്ചും കൂടി വരുന്നുണ്ട്. ഈ സൈയില്ലേ, ഈ സൈക്ക് ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. വിത്ത് റെസ്പെക്ട് ടു ടി ഇതിലൊരു ചേഞ്ചും ഉണ്ടാവില്ല. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി നമ്മൾ കണ്ട, ഡോ സൈ ബൈ ഡോ എക്സ് കണ്ടാൽ മതി. അപ്പോൾ പി സ്ക്വയർ ബൈ 2m മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഈ സൈക്ക് എന്ത് ചെയ്യേണ്ട, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. അപ്പോൾ നമ്മൾ ഈ സൈ ഈക്വൽ ടു പി സ്ക്വയർ ബൈ 2m ഇൻറ്റു സൈ പ്ലസ് വി സൈ എന്ന് കിട്ടും. ഇതിൽ നമ്മൾ എന്തിന് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പി സ്ക്വയർ സൈക്ക് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. ഈ സൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, കാരണം എന്താ, ഈ സൈ ഈസ് വിത്ത് റെസ്പെക്ട് ടു ടൈമാണ്, പി സ്ക്വയർ സൈ ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വരുന്നത്. അപ്പോൾ ടൈമിൽ ഒരു ചേഞ്ചും വരാത്തതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, ഈ സൈക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട. അപ്പോൾ ഈ സൈ അങ്ങനെ നിർത്തിയാൽ മതി. അപ്പോൾ നമ്മളെ എക്സ്പ്രഷൻ എങ്ങനെയാവും, -h ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഇ മൈനസ് വി ഇൻറ്റു സൈ ഈക്വൽ ടു 0. ഇതിനൊന്ന് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ 2m ബൈ h സ്ക്വയർ. അപ്പോൾ ഇത് ക്യാൻസലായി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ h ക്രോസ് സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ ഈക്വൽ ടു 0 ആവും. ദിസ് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഇത് V0 ആകുമ്പോൾ, അതായത് V0 ആവുന്ന കേസിൽ ഫ്രീ പാർട്ടിക്കിളിൻ്റെ കേസിൽ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. അപ്പോൾ എന്താവും, നമ്മൾ എക്സ്പ്രഷൻ എങ്ങനെയാവും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ h സ്ക്വയർ ഇൻറ്റു ഇ സൈ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി 3 ഡയമെൻഷനിൽ ആവുന്ന കേസിൽ എന്താവും, ഈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിൻ്റെ കൂടെ എന്തും കൂടി ഉണ്ടാവും, ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ സെഡ് സ്ക്വയർ ഉണ്ടാവും. അതിനെങ്ങനെ എഴുതാം, ഡെൽ സ്ക്വയർ സൈ എന്ന് എഴുതാം. ഡെൽ സ്ക്വയർ സൈ പ്ലസ് 2m ബൈ h സ്ക്വയർ ഇൻറ്റു ഇ മൈനസ് വി ഇൻറ്റു സൈ. ദിസ് ഈസ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ 3 ഡയമെൻഷൻ. അപ്പം ഇതിലെന്താ, ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ പി സ്ക്വയർ സൈക്ക് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. കാരണം എന്താണ്, ഇവിടെ ടൈമിന് വേരി ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ്റെ ഡെറിവേഷൻ. ഇനി ഇതിൻ്റെ ബാക്കിയായിട്ട് നമുക്ക് ഓപ്പറേറ്റേഴ്സൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഡെറിവേഷൻ്റെ ബാക്കിയായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നന്നായിട്ട് നോക്കിയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.